in the air, Sreesanth takes it. India win. 2007 T20 വേൾഡ് കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെയുള്ള വിജയം ഇന്ത്യക്ക് നേടിക്കൊടുത്തത് ശ്രീശാന്ത് എടുത്ത ഈ ക്യാച്ചാണ്. India, the world T20 champions. ആ ഒരു സമയത്തും പിന്നെ കുറച്ച് കാലത്തോളമൊക്കെ ശ്രീശാന്ത് വെച്ചാൽ മലയാളികളുടെ ഒരു അഭിമാനമായിരുന്നു. പിന്നീട് എപ്പോഴും അത് പുച്ഛത്തിലേക്കും വെറുപ്പിലേക്കും മാറി. 2013 ആകുമ്പോഴത്തേക്ക് ശ്രീശാന്തിന് ഇന്ത്യൻ ടീമിലെ ആ സ്ഥിര സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു തിരിച്ചുവരാനുള്ള ഒരുക്കം കൂട്ടുകയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് IPL വരുന്നത്. തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായിട്ട് അദ്ദേഹം IPL കാണുകയാണ്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. IPL വാതുവെപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഉൾപ്പെടെ 3 രാജസ്ഥാൻ റോയൽസ് കളിക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മെയ് 9 കിങ്സ് 11 പഞ്ചാബും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള IPL മത്സരം നടക്കുകയാണ്. ലീഗിൽ വലിയ പ്രാധാന്യമുള്ള കളിയൊന്നുമല്ല ഇത്. പക്ഷേ ഒരുപാട് മലയാളികൾ ഈ കളി കാണുന്നുണ്ട്. കാരണം അന്ന് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുന്നത് 2 മലയാളികളാണ്, ശ്രീശാന്തും പിന്നെ നമ്മുടെ സഞ്ജു സാംസണും. ആദ്യം ബാറ്റ് ചെയ്യുന്നത് പഞ്ചാബാണ്. 4ാമത്തെ ഓവറിന്റെ അവസാനത്തെ ബോൾ എറിയുന്നത് ശ്രീശാന്ത്, ബോൾ ഫേസ് ചെയ്യുന്നത് ഗിൽക്രിസ്റ്റ്. പന്ത് നേരെ ബൗണ്ടറിയിലോട്ട്. തനിക്ക് നേരെ വന്ന പന്തിൽ നിന്ന് ശ്രീശാന്ത് കൈ വലിച്ചതെന്തിനെന്ന് കമന്റേറ്റർ അപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ശ്രീശാന്തിന്റെ ആ കളിയിലെ അവസാനത്തെ ബോളായിരുന്നു. ആ ഓവറിൽ ശ്രീശാന്ത് വഴങ്ങിയത് 13 റൺസ്. ഒരു IPL 2020 മാച്ചൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു നോർമൽ ഓവർ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആ കളിയിൽ ശ്രീശാന്ത് 2 ഓവർ എറിഞ്ഞ് 18 റൺസ് വിട്ടുകൊടുത്തു. ശ്രീശാന്തിന്റെ കരിയറിലെ ഏതെങ്കിലും ഹൈ ലെവൽ ടൂർണമെന്റിൽ എറിയുന്ന അവസാനത്തെ ബോളായിരുന്നു അത്. ഇതൊരു സാധാരണ കളിയായിരുന്നു. പഞ്ചാബ് 145 എടുത്തു 6 വിക്കറ്റിന് നഷ്ടത്തിൽ. രാജസ്ഥാൻ 147 എടുത്തു, സുഖമായിട്ട് ജയിച്ചു 19 ഓവറിൽ. സഞ്ജു സാംസൺ പുറത്താകാതെ 47 റൺസ് എടുത്ത് മലയാളികളുടെ മാനം കാത്തു. ഈ കളി കഴിഞ്ഞ് എക്സാക്ട്ലി 7 ദിവസം കഴിഞ്ഞ് മെയ് 16, 2013 അന്ന് ശ്രീശാന്തിനെ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. വാതുവെപ്പുകാർക്ക് വേണ്ടി ഒത്തുകളിച്ചു എന്ന ആരോപണത്തിൽ. അതേസമയം തന്നെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്ന 2 കളിക്കാരെ കൂടെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ശ്രീശാന്തിനെ കാത്തിരിക്കുന്നത് ഒരു 6-7 കൊല്ലത്തെ നിയമ പോരാട്ടമാണ്. താനൊരു ദേശദ്രോഹി അല്ലെന്ന് തെളിയിക്കാനും ഒരിക്കൽ കൂടി ആ റെഡ് ബോൾ കയ്യിലെടുക്കാനും വേണ്ടി. ഇതിലോട്ടൊക്കെ എത്തുന്നതിന് മുന്നേ ശ്രീശാന്തിൻ്റെ കരിയറിനെ പറ്റി നമുക്കൊന്ന് അറിയണം. ആ ഉയർച്ചയെ പറ്റി അറിയണം, പിന്നീട് വന്ന തളർച്ചയെ പറ്റി അറിയണം, പിന്നെ വന്ന വീഴ്ചയെ പറ്റി അറിയണം. 2002 കോതമംഗലംകാരനായ ശ്രീശാന്ത് കേരളത്തിന് വേണ്ടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങുന്നത്. അന്ന് അദ്ദേഹത്തിന് 19 വയസ്സാണ്. തുടക്കം തൊട്ട് തന്നെ കേരളത്തിൻ്റെ മെയിൻ സ്ട്രൈക്ക് ബോളറായിട്ട് മാറാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവ് എല്ലാവരും അപ്രീഷിയേറ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു കഴിവ് നാഷണൽ അറ്റൻഷൻ നേടുന്നത് ചലഞ്ചർ ട്രോഫിയിലൂടെയാണ്. 2005 ചലഞ്ചർ ട്രോഫിയിലൂടെയാണ്. 3 ടീമുകളാണ് ചലഞ്ചർ കപ്പിൽ കളിക്കുന്നത്. ഇന്ത്യ സീനിയേഴ്സ്, ഇന്ത്യ A, ഇന്ത്യ B. ഈ സീനിയേഴ്സ് ടീമിൽ ഇന്ത്യൻ ടീമിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ കളിക്കാരും കാണും. ആ ടൂർണമെൻറ്റിലെ മാൻ ഓഫ് ദ സീരീസ് ആവുന്നത് ശ്രീശാന്താണ്. അതിലൊരു കളിയിൽ ഇന്ത്യയുടെ ലെജൻഡായിട്ടുള്ള സച്ചിൻ്റെ വിക്കറ്റ് പോലെ അദ്ദേഹം എടുക്കുന്നുണ്ട്. ഇതോടുകൂടി ശ്രീശാന്തിനെ അവഗണിക്കാൻ BCCIക്ക് പറ്റാതാവുന്നു. ആ വർഷം തന്നെ നടക്കുന്ന ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടൂർണമെൻറ്റിനുള്ള ടീമിലേക്ക് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യുകയാണ്. കേരള ടീമിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് പോകുന്ന 2ാമത്തെ കളിക്കാരനാണ് ശ്രീശാന്ത്. ടിനു യോഹന 2001 കളിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി. പക്ഷേ വളരെ കുറച്ച് കളികളെ കളിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിനുമുന്നേ അബി കുരുവിള ഉണ്ടായിരുന്നു. അദ്ദേഹം മലയാളിയാണെങ്കിലും മുംബൈക്ക് വേണ്ടി കളിച്ചാണ് ഇന്ത്യൻ ടീമിലെത്തിയത്. 2005 ഒക്ടോബർ 25 ശ്രീലങ്കയ്ക്കെതിരെ അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. ആ കളിയിൽ തന്നെ അദ്ദേഹം 2 വിക്കറ്റ് എടുക്കുന്നുണ്ട്. ആ കളിയൊക്കെ പണ്ട് TV കാണുന്നത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം ആ സീരീസിൽ ആ ഒരു കളി മാത്രമേ കളിക്കുന്നുള്ളൂ. അടുത്ത ടൂർണമെൻറ്റിൽ അദ്ദേഹം ടീമിലുണ്ടെങ്കിൽ അദ്ദേഹം കളിക്കുന്നില്ല. അതിനടുത്ത ടൂർണമെൻറ്റ് വരുന്നത് പാകിസ്ഥാനെതിരെയാണ്. അതിൽ അദ്ദേഹം നന്നായിട്ട് കളിക്കുന്നുണ്ട്. 5 കളിയിലും അദ്ദേഹത്തിന് ODIയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ടൂർണമെൻറ്റ് ഇംഗ്ലണ്ടിനെതിരെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ടീമിലേക്ക് ഏകദേശം ഒരു സ്ഥിര സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ആ ടൂർണമെൻറ്റിലും അദ്ദേഹം വൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് BCCI അദ്ദേഹത്തിന് കോൺട്രാക്റ്റും കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമി റേറ്റ് ആയിരുന്നു. ODIയിൽ ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്ന ടൈപ്പ് ബോളറായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ വിക്കറ്റ് എടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നല്ലതായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ റൺ റേറ്റ് വളരെ മോശമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ബോളിംഗ് പെർഫോമൻസ് നോക്കിയാൽ തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ബോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 59 റൺസിന് 6 വിക്കറ്റ് എടുത്തതാണ്. അതായത് ഒരുപാട് റൺസ് വിട്ടുകൊടുത്തു, പക്ഷേ 6 വിക്കറ്റും എടുത്തു. അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊതുവെയുള്ള കരിയറും പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ടെസ്റ്റിൽ അങ്ങനെ ഒരു പുലി തന്നെയായിരുന്നു, പ്രത്യേകിച്ച് ഫോറിൻ പിച്ചുകളിൽ. ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സിനെ പറ്റി പൊതുവെ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹോം ഗ്രൗണ്ടിൽ അന്യായ ബോളിംഗ് ആയിരിക്കും. പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാൽ ഫോറിൻ പിച്ചുകളിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. അടിച്ചമ്പലവരം കളയാറാണ് പതിവ് ആൾക്കാർ. പക്ഷേ ഇതിനൊരു അപവാദമായിരുന്നു ശ്രീശാന്ത്. വിദേശ പിച്ചുകളിൽ റിവേഴ്സ് സ്വിങ്ങും ബൗൺസറൊക്കെ മാറി മാറി എറിഞ്ഞ് ബാറ്റ്സ്മാൻമാരെ വെള്ളം കുടിപ്പിക്കാൻ അദ്ദേഹം മിടുക്കനായിരുന്നു. ഇന്റർനാഷണൽ കരിയറിൽ അദ്ദേഹത്തിന് വേറെയും കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്.
2007 T20 വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെയുള്ള സെമി ഫൈനലിൽ അദ്ദേഹം 12 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുക്കുന്നുണ്ട്. അത് വളരെ ക്രൂഷ്യലായിരുന്നു ഇന്ത്യയുടെ ആ വിജയത്തിന്. പിന്നെ ഫൈനലിൽ ലാസ്റ്റ് വിക്കറ്റ് മിസ്ബാ ഉൾ ഹക്കിൻ്റെ ആ ഒരു ക്യാച്ച്, അദ്ദേഹം ഫൈനലിലേക്ക് നടത്ത ആ ഒരു ക്യാച്ച് കാരണമാണ് ഇന്ത്യ ജയിച്ചത്. പിന്നെ 2011 ഇന്ത്യ ODI വേൾഡ് കപ്പ് നേടുമ്പോഴത്തേക്കും അദ്ദേഹം ടീമിലുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം 2 കളിയെ കളിക്കുന്നുള്ളൂ. അദ്ദേഹം മോശം പ്രകടനമായിരുന്നു, പക്ഷേ അദ്ദേഹം ടീമിലുണ്ടായിരുന്നു. പിന്നീടാണ് 2008 IPL വരുന്നത്. അന്ന് അദ്ദേഹം കളിക്കുന്നത് കിങ്സ് 11 പഞ്ചാബിന് വേണ്ടിയാണ്. ആ സീസണിൽ അദ്ദേഹം സെക്കൻഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറായിരുന്നു. പിന്നീട് 2011 കേരള ടസ്കേഴ്സ് വരുമ്പോൾ അദ്ദേഹം കേരള ടസ്കേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആവുന്നുണ്ട്. പക്ഷേ 2012 ആകുമ്പോഴത്തേക്ക് കേരള ടസ്കേഴ്സ് എന്ന ടീമേ ഇല്ല. ഇത് പറഞ്ഞപ്പോഴത്തേക്കാണ് ആലോചിച്ചത്, കേരള ടസ്കേഴ്സും BCCIയും തമ്മിൽ ഒരു കേസ് നടപ്പുണ്ടായിരുന്നു. ഈ കേരള ടസ്കേഴ്സിന് IPL നിന്ന് ഒഴിവാക്കിയതിൻ്റെ പേരിൽ നടക്കുന്ന ഒരു കേസ്. അതിൽ സുപ്രീം കോടതി BCCയോട് പറഞ്ഞത് 550 കോടി നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കേരള ടസ്കേഴ്സിന്. അത് കൊടുത്തോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. 2018 ആയപ്പോഴത്തേക്ക് അത് 1700 കോടിയായി കിടപ്പുണ്ട്, പലിശ അടക്കം. അത് കൊടുത്തോ ഇല്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എനിവേ 2012 ആയപ്പോഴത്തേക്ക് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിലെത്തുകയാണ്. ആ സീസണിൽ കളിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിന് ഇഞ്ചുറി ആവുകയാണ്. പിന്നെ 2013 അപ്പോഴത്തേക്ക് സ്പോർട്സ് ഫിക്സിങ് തേങ്ങ മാങ്ങാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയർ അവിടെ തേഞ്ഞ്. ഈ പറഞ്ഞതൊക്കെ വെറും നമ്പേഴ്സ് മാത്രമാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ്. പക്ഷേ ശ്രീശാന്തിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അതിന് വേറൊരു സൈഡും കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ ആ ഒരു പെരുമാറ്റത്തിനെ പറ്റി പറയാതെ പോകാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ബോളിങ്ങിലുള്ള അഗ്രസീവ്നെസ് ഇല്ലേ, അതിനെക്കാട്ടി കൂടുതൽ അഗ്രസീവ്നെസ് അദ്ദേഹം ഫീൽഡിൽ കാണിക്കുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെ കാണിക്കുമായിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചൊറിയനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഗെയിം സ്ട്രാറ്റജിയുടെ ഒരു ഭാഗം കൂടെ ആയിരുന്നിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഈ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ BCCIയും ICCയും ഒക്കെ ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തിന് ഫൈൻ അടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. എതിരെ കളിക്കുന്ന ഓസ്ട്രേലിയയോ സൗത്ത് ആഫ്രിക്കയോ മറ്റോ ആണെങ്കിൽ പിന്നെ പറയണ്ട, കാട്ട് ചൊറിയായിരിക്കും, അവരും തിരിച്ചു ചൊറിയും. പക്ഷേ കളി കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും. പക്ഷേ മിക്കവാറും കേസുകളിൽ അടികൊണ്ട് നൂറിനകത്ത് നമ്മുടെ ശ്രീശാന്ത് തന്നെയാണ്. വിക്കറ്റ് വല്ലതും വീഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. ഇതേപോലെ ഓർമ്മ വരുന്ന വേറൊരു സംഭവമാണ് ഹർഭജനും ശ്രീശാന്തും തമ്മിൽ സംഭവിച്ച ആ സ്ലാപ്പ് ഗേറ്റ് എന്ന് പറയപ്പെടുന്ന ഇൻസിഡന്റ് 2008 IPL. അന്ന് കളി തോറ്റി നിന്ന് ഹർഭജനെ കൈ കൊടുക്കാൻ വേണ്ടി ശ്രീശാന്ത് പോകുമ്പോഴത്തേക്ക് ഹർഭജൻ സിംഗ് ശ്രീശാന്തിന്റെ കവാലത്തിൽ ഒരു അടി കൊടുക്കുന്നുണ്ട്. അന്ന് ശ്രീശാന്ത് കരഞ്ഞുകൊണ്ട് പോകുന്നതും പ്രീതി സിന്റെയൊക്കെ ആശ്വസിപ്പിക്കാൻ പോകുന്നതും ഒക്കെ വളരെ ഫേമസ് ആയ സീനുകളാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ശ്രീശാന്തിന് ഫീൽഡിന് അകത്തും പുറത്തുമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ മലയാളികൾ ശ്രീശാന്തിന് എല്ലാ കാലത്തും പൂർണ്ണമായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. നമ്മളിപ്പോൾ സഞ്ജു സാംസണെ കൊടുക്കുന്ന ഒരു സപ്പോർട്ടില്ലേ, അതേപോലെ ഒരു അകമഴിഞ്ഞ സപ്പോർട്ട് ശ്രീശാന്തിന് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പണി കിട്ടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയതാണെന്ന രീതിയിലായിരുന്നു അന്നത്തെ കാലത്തെ സംസാരം. 2013 ആകുമ്പോഴത്തേക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇന്ത്യൻ ടീമിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്ഥിരം സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഇഞ്ചുറി ഇഷ്യൂസ് വരുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഫോം കണ്ടെത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. തിരിച്ച് ഇന്ത്യൻ ടീമിൽ കയറാൻ വേണ്ടി അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2013 IPL വരുന്നത്. ഈ IPL എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാതുവെപ്പുകാരുടെ അല്ലെങ്കിൽ ബെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ചാകരകാലമാണ്. അത് IPL തുടങ്ങി തൊട്ട് അങ്ങനെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുക. 2012 ഇന്ത്യ TV എന്ന് പറഞ്ഞൊരു TV ചാനൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. അതിലൂടെ പൈസ വാങ്ങിച്ച് ഒത്തുകളിക്കാൻ തയ്യാറാവുന്ന ഒരു 5 കളിക്കാരെ അവർ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെല്ലാം അൺക്യാപ്ഡ് പ്ലേയേഴ്സാണ്, അതായത് രഞ്ജി ട്രോഫിയെ കളിക്കുന്ന എന്നാൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ലാത്ത പ്ലേയേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ മീഡിയ കവറേജ് കിട്ടുന്നില്ല. പക്ഷേ ഡൽഹി പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൽ പോലീസിന് പ്രത്യേക താല്പര്യം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാതുവയ്പ്പിലൂടെയൊക്കെ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കുന്ന ഈ കാശ് മെയിനായിട്ട് പോകുന്നത് ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെ ഫണ്ട് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ അവരൊരു ടീം സെറ്റപ്പ് ചെയ്ത് ഇതിൻ്റെ അന്വേഷണം തുടങ്ങി. അവിടെ ഫസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ലിസ്റ്റിലുള്ള കുറേ പേരുടെ ഫോൺ ചോർത്താൻ തുടങ്ങി. കൂടുതൽ പറഞ്ഞാൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി, ഈ ബുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാതുവയ്പ്പുകാരാണ്. അവരുടെ അടുത്താണ് ആൾക്കാർ കാശ് കൊണ്ട് ബെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. മിക്ക കേസുകളിലും ഇവർ തന്നെയാണ് മാച്ച് ഫിക്സ് ചെയ്യുന്നതിനായിട്ട് കളിക്കാരുമായിട്ട് ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് മീഡിയേറ്റേഴ്സ് കാണും കളിക്കാരുമായിട്ട് ബന്ധപ്പെടാൻ. ഈ ഫോൺ കോൺവെർസേഷൻസ് ഒക്കെ കേൾക്കുന്ന പോലീസിന് മനസ്സിലാവുന്നുണ്ട് ഇത്തവണയും വാതുവയ്പ്പ് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. മാത്രമല്ല കളിക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമവും കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബുക്കിയുടെ കോൺവെർസേഷൻ ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് അവർക്ക് ജീജു ജനാർദ്ദനൻ എന്ന പേര് കിട്ടുന്നത്. ജീജു പണ്ട് ഗുജറാത്തിന് വേണ്ടി രഞ്ജി കളിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ടീമിലില്ല, ഗുജറാത്തിൻ്റെ ടീമിലും ഇല്ല, ഒരു IPL ടീമിലും ഇല്ല. ആ കോൺവെർസേഷനും ബെറ്റിങ്ങിനെ പറ്റിയാണ്. ഏതോ ഒരു കളിക്കാരനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നവരെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ ജീജു ജനാർദ്ദനന്റെ ഫോൺ കോളുകളും ടാപ്പ് ചെയ്യാൻ തുടങ്ങി. ഇവിടെയാണ് ഡൽഹി പോലീസ് ആക്ച്വലി ഞെട്ടുന്നത്. കാരണം ജീജു ജനാർദ്ദനൻ കോൺടാക്ട് ചെയ്യുന്നത് ശ്രീശാന്തിനെയാണ്. ശ്രീശാന്തും ജീജുവും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പണ്ട് അവർ ക്രിക്കറ്റ് അക്കാദമിയിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ്. പോലീസ് ഇവരുടെ ഈ കോൺവെർസേഷൻ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഈ കോൺവെർസേഷൻസ് ഒക്കെ നടക്കുന്നത് 2013 ഏപ്രിലും മെയ്യുടെ തുടക്കത്തിലൊക്കെയാണ്. അങ്ങനെ ഒരു കോൺവെർസേഷനിൽ ജീജു ബുക്കിയോട് പറയുന്നുണ്ട്, ശ്രീശാന്തിന് അത് ചെയ്യാൻ നല്ല മടിയുണ്ട്. കാര്യം അദ്ദേഹം ടീമിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. അദ്ദേഹം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 ലക്ഷം രൂപയും കൊടുക്കണം. ഇത് ബുക്കിയുടെ ഒരു ഏജന്റ് ശ്രീശാന്ത് താമസിക്കുന്ന ഹോട്ടലിലെത്തി കൊടുത്തു എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. ശ്രീശാന്തിനോട് അവർ ആവശ്യപ്പെടുന്നത് കളിയിൽ ഒരു ഓവറിൽ 14 റൺസിന് മേലെ വഴങ്ങണമെന്നാണ്. മാത്രമല്ല ആ ഓവർ എറിയാൻ പോകുന്നതിന് മുന്നേ ഒരു സൂചനയും നൽകണം, അവർക്ക് ബെറ്റ് വയ്ക്കാനുള്ള സമയം കൊടുക്കണം. അതിനായിട്ട് അവർ ആവശ്യപ്പെടുന്നത് ആ ഓവറിന് മുന്നേ തന്റെ ബാക്കിൽ തൂക്കിയിരിക്കുന്ന ടവൽ എടുത്ത് സൈഡിലേക്ക് തൂക്കണമെന്നാണ്. ഇതൊക്കെ ബുക്കി പറയുന്നത് ജീജുവിനോടാണ്. ഇതുവരെ ശ്രീശാന്തുമായിട്ട് ഡയറക്റ്റ് ഒരു കോൺടാക്ട് ഇല്ല.
അതിനുശേഷം ജീജു ശ്രീശാന്തിനോട് സംസാരിച്ചു എന്ന് പറയുന്ന ഒരു കോൺവെർസേഷനും പോലീസുകാർ പറയുന്നുണ്ട്. അതിൽ ഒരു 10 ലക്ഷം രൂപയെ പറ്റിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നാണ് ദില്ലി പോലീസ് പറയുന്നത്. പക്ഷേ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ബെറ്റിങ്ങിനെ പറ്റിയോ കളി ഒത്തുകളിക്കുന്നതിനെ പറ്റിയോ ഒന്നും അതിൽ സംസാരമേ വരുന്നില്ല. അങ്ങനെ ആ ഫെയ്റ്റ്ഫുൾ ഡേ എത്തി. 9 മെയ് 2013 മൊഹാലിയിൽ വെച്ച് രാജസ്ഥാൻ റോയൽസും കിങ്സ് 11 പഞ്ചാബുമായിട്ടുള്ള കളി നടക്കുകയാണ്. ടീമിൽ ശ്രീശാന്ത് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുന്നത് കിങ്സ് 11 പഞ്ചാബിനാണ്. ശ്രീശാന്ത് തന്റെ ഫസ്റ്റ് ഓവർ എറിയുമ്പോഴത്തേക്ക് ആഡം ഗിൽക്രിസ്റ്റ് ആ ഓവറിൽ ഒരു 4 ഉൾപ്പെടെ 5 റൺസ് എടുക്കുന്നുണ്ട്. വളരെ ഡീസന്റ് ഒരു ഓവർ. പിന്നീട് അദ്ദേഹം തന്റെ രണ്ടാമത്തെ ഓവർ എറിയാൻ വരെയാണ്, തന്റെ ജീവിതം മാറ്റിമറിച്ച ഓവർ. അദ്ദേഹം വന്ന് കുറച്ച് സ്ട്രെച്ചൊക്കെ ചെയ്യുന്നുണ്ട്, മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഈ വാമപ്പ് സാധാരണയിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ? ഒരു സംശയം. അദ്ദേഹത്തിന്റെ ടവൽ അദ്ദേഹത്തിന്റെ സൈഡിൽ ചുരുങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബോൾ വളരെ ഡീസന്റ് ഒരു ബോളായിരുന്നു. ഫേസ് ചെയ്യുന്നത് ഷോൺ മാർഷാണ്. അദ്ദേഹത്തിന് അത് ഡിഫെൻഡ് ചെയ്തിടാനേ പറ്റുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ബോൾ വരുന്നുണ്ട്, അത് എഡ്ജ് അടിച്ച് 4 ആവുകയാണ്. അടുത്ത ബോൾ ഡോട്ട് ബോൾ. അടുത്ത ഡീസന്റ് ഒരു ഷോർട്ട് ബോളാണ്. മിസ് ഹിറ്റ് ചെയ്യുന്നു. ക്യാച്ച് പിടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നിട്ടും പക്ഷേ സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ എടുത്തു. ഇപ്പം 4 ബോൾ കഴിഞ്ഞു. ഈ ഓവറിലാണ് 14 റൺസിന് മേലെ വിട്ടുകൊടുക്കേണ്ടത്. ആകപ്പാട് സ്കോർ ചെയ്ത് 5 റൺസാണ്. ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്നത് ആഡം ഗിൽക്രിസ്റ്റ്. അടുത്ത ബോൾ ഗിൽക്രിസ്റ്റ് 4 അടിക്കുകയാണ്. ഇപ്പോൾ 5 ബോളിൽ 9 റൺസ്. 14 റൺസിന് മേലെ കൊടുക്കണമെങ്കിൽ അവർക്ക് 6 അടിക്കണം, അല്ലെങ്കിൽ നോ ബോളോ വൈഡോ വല്ലതും അറിയണം. അടുത്ത ബോൾ ഒരു ഫുൾ ബോളാണ്. ഗിൽക്രിസ്റ്റ് കളിക്കുന്നത് സ്ട്രൈറ്റ് ആണ്. ബോൾ നേരെ 4 പോകുന്നു. ആ ഓവറിൽ കൊടുത്തത് 13 റൺസ്. തൻ്റെ നേരെ വരുന്ന ബോളിന് ഫ്രണ്ടിൽ നിന്ന് ശ്രീശാന്ത് കൈ മാറ്റുന്നത് പോലെ തോന്നുന്നു. അതിനെപ്പറ്റി കമൻറ്റേറ്റർ പറയുന്നുണ്ട്. ഇതിൽ വളരെ അൺനാച്ചുറൽ ആയിട്ടൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ത്രൂവിൽ ബോൾ വരുമ്പോഴത്തേക്ക് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് കൈ മാറാവുന്നതാണ്. ഈ ഓവറിൽ ഒറ്റ വൈഡോ നോ ബോളോ എറിഞ്ഞില്ലെന്നും കൂടെ നോക്കണം. കളിയുടെ റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 145 എടുക്കുന്നുണ്ട് കിങ്സ് 11 പഞ്ചാബ്. അത് പുട്ടുപോലെ ചേസ് ചെയ്ത് രാജസ്ഥാൻ റോയൽസ് ജയിക്കുന്നു. രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത കളി നടക്കുന്നത് മുംബൈയിലാണ്. അതിനായിട്ട് ശ്രീശാന്ത് ടീമിനോടൊപ്പം മുംബൈയിലെത്തുകയാണ്. അടുത്ത രാജസ്ഥാൻ റോയൽസിൻ്റെ കളിയിൽ ശ്രീശാന്ത് ടീമിലില്ല. അതേ മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം പിന്നീട് അറസ്റ്റിലാവുന്ന 2 രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലെയേഴ്സും അന്ന് കളിക്കുന്നില്ല. അന്നത്തെ രാജസ്ഥാന്റെ ക്യാപ്റ്റനായിരുന്ന രാഹുൽ ദ്രാവിഡിന് ഇവരുടെ ഇന്റഗ്രിറ്റിയിൽ സംശയം ഉള്ളതുകൊണ്ടാണ് കളിപ്പിക്കാത്തതെന്നാണ് പിന്നീട് നരേഷൻ വരുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. ഈ സമയം കൊണ്ട് ദില്ലി പോലീസ് ശ്രീശാന്തിനെതിരെ അവർക്ക് ആവശ്യമുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. ബുക്കികളുടെ ഫോൺ ചോർത്തിയിൽ നിന്ന് രാജസ്ഥാൻ റോയൽസിലെ തന്നെ വേറെ 2 കളിക്കാരെമാരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഒത്തു കളിച്ചതായിട്ട്. അത് അങ്കിത് ചൗഹാനും അജിത് ചണ്ടേലയുമാണ്. ഡൽഹി പോലീസ് യാത്ര ചെയ്ത് മുംബൈയിലെത്തുകയാണ്. അവിടുത്തെ ഹോട്ടലിൽ വെച്ച് 16 മെയ് 2013 അവർ ശ്രീശാന്തിനെ അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ജീജു ജനാർദ്ദനുണ്ട്. അവർ അങ്കിത് ചൗഹാനെയും അജിത് ചണ്ടേലയും വേറെ സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ, അതായത് മെയ് 17 ഡൽഹി പോലീസ് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് അവർ കയ്യിലുള്ള തെളിവുകളും എന്തിനാണ് അറസ്റ്റ് ചെയ്തത്, ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്തതൊക്കെ പുറത്തു വരികയാണ്. സത്യം പറഞ്ഞാൽ അന്ന് നമ്മളൊക്കെ ഞെട്ടിപ്പോയി. കാര്യം വെച്ചാൽ ശ്രീശാന്തിനെ പറ്റി ചെറിയൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു തേപ്പ് അദ്ദേഹം കാണിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പത്രത്തിലും ടി വിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരു കറുത്ത ടീഷർട്ട് ഇട്ടുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സീനൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അവർ എടുത്തെടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ബോളിങ്ങിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ടവൽ അദ്ദേഹത്തിൻ്റെ സൈഡിൽ തിരികെ വെച്ചിരുന്നതൊക്കെ അവർ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അവരുടെ ചുവന്ന സർക്കിളൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നീട് ശ്രീശാന്തിനെ ഈ ബാക്കി 2 പേരെ അവർ നേരെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയാണ്. ക്യൂറുകളോളമാണ് ചോദ്യം ചെയ്യുന്നത്. അവസാനം ചോദ്യം ചെയ്യലിൻ്റെ അവസാനം ശ്രീശാന്ത് കുറ്റസമ്മതം നടത്തി, കണ്ണീരോടുകൂടി കുറ്റസമ്മതം നടത്തിയെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. ഞാൻ മുന്നേയും പല കേസുകൾ കവർ ചെയ്തോ പറഞ്ഞിട്ടുണ്ട്. സാധാരണ കേസുകളിൽ കൺഫെഷൻ ഒരു തെളിവായിട്ട് കൂട്ടത്തില്ല. അതിനെ കൊളോബറേറ്റ് ചെയ്യണം, വേറെ തെളിവുകളും വേണം. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി പോലീസ് അവർക്കെതിരെ ചുമത്തുന്നത് മക്കോക്കയാണ്. മക്കോക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട്. ഇതൊരു സ്പെഷ്യൽ ആക്ടാണ്. ഇത് ടെററിസത്തിനെയും അണ്ടർവേൾഡിന്റെ ക്രൈമിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് ചുമത്തി കഴിഞ്ഞാൽ ബെയിൽ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. ദേശദ്രോഹ കുറ്റം പോലത്തെ ഒരു കുറ്റമാണ്. മാത്രമല്ല കൺഫെഷൻ ഒരു തെളിവായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും കോടതിയിൽ. എന്നിട്ട് ഈ 3 പേരെയും ഡയറക്റ്റായിട്ട് അയക്കുന്നത് തീഹാർ ജയിലിലേക്കാണ്. വൻ കുറ്റവാളികളൊക്കെ താമസിക്കുന്ന തീഹാർ ജയിലിലേക്കാണ് ശ്രീശാന്ത് പോകുന്നത്. ഈ സംഭവം നടന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ രാജസ്ഥാൻ റോയൽസ് അവരുടെ എല്ലാം കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. BCCI അവരെല്ലാം സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അന്വേഷണ കമ്മീഷൻ വയ്ക്കുന്നുണ്ട് BCCI. ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലെ ആ റൂം പോലീസ് സെർച്ച് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടൊരു തെളിവ് അവർക്ക് കിട്ടുന്നില്ല. പിന്നീട് അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഹോട്ടലിലെ CCTV പരിശോധിക്കുകയാണ്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്നു ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം ഏതോ ഒരാൾ ആ റൂമിൽ വന്നിട്ട് ഒരു പൊതിയുമായി പുറത്തോട്ട് പോകുന്നുണ്ട്. പോലീസ് അയാൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അത് ശ്രീശാന്തിൻ്റെയും ജീജു ജനാർദ്ദനൻ്റെയും സുഹൃത്തായിട്ടുള്ള അഭിഷേക് ശുക്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ്. അയാൾ റൂമിൽ നിന്ന് മാറ്റിയ ആ പൊതിയിലുള്ളത് 5.5 ലക്ഷം രൂപയാണ്. ഈ തുക ശ്രീശാന്ത് ബുക്കികളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ച 10 ലക്ഷം രൂപയിൽ നിന്ന് ചെലവാക്കിയതിൽ മിച്ചമുള്ളതാണെന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. പോലീസ് ഉടനെ തന്നെ അഭിഷേക് ശുക്ലയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഈ 5.5 ലക്ഷം രൂപ അവർ പിടിച്ചെടുക്കുന്നുണ്ട്. ഇതേസമയം ഡൽഹി പോലീസ് ശ്രീശാന്തിനെയും അക്യൂസുകളെയും ഡൽഹി ട്രയൽ കോർട്ടിൽ പ്രസന്റ് ചെയ്യുകയാണ്. ഇത് നടക്കുന്നത് ജൂൺ 10, 2013.
ഈ സമയം ആകുമ്പോഴത്തേക്ക് ശ്രീശാന്ത് 25 ദിവസമായിട്ട് തീഹാർ ജയിലിൽ കിടക്കുകയായിരുന്നു. പക്ഷേ കോടതി നോക്കുമ്പോഴത്തേക്ക് ഈ മക്കോക്കിയൊന്നും ചാർജ് ചെയ്യാൻ തക്ക തെളിവുകളൊന്നും അവരുടെ കയ്യിലില്ല. ഒരു മിനിമം റിക്വയർമെന്റ് ആയിട്ട് മക്കോക്കിൽ പറയുന്നത് അവർക്ക് ക്രൈം അണ്ടർവേൾഡുമായിട്ട് ബന്ധം വേണമെന്നാണ്. അങ്ങനത്തെ ഒരു സംഭവം ശ്രീശാന്തിന്റെ പേരിൽ തെളിയിക്കാൻ അവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീശാന്ത് ഉൾപ്പെടെ എല്ലാവർക്കും ജാമ്യം കൊടുത്ത് കോടതി വിധിയാകുന്നുണ്ട്. ഈ ശ്രീശാന്ത് ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള ശാന്തകുമാർ ഇതിന് പിന്നിൽ BCCIയുടെ ഗൂഢാലോചനയാണെന്നും അതിന് വലിയ ധോനിയുണ്ട്, ഹർഭജൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് അപ്പം തന്നെ അദ്ദേഹം പിൻവലിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ബാഡ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം BCCIയുടെ കണ്ടന്റ്. എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങി തിരിച്ചെത്തിയ ശ്രീശാന്തിന് വളരെ തണുത്തൊരു പ്രതികരണമാണ് മലയാളികളിൽ നിന്ന് കിട്ടുന്നത്. തിരിച്ചു വന്നിട്ട് അദ്ദേഹം ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ അമ്പലങ്ങളിലാണ്. അദ്ദേഹം ശബരിമലയിൽ പോകുന്നുണ്ട്, ഗുരുവായൂരിൽ പോയി തുലാഭാരം നടന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഭക്തിയുടെ മാർഗത്തിലേക്ക് ആവുകയാണ്. എന്തായാലും ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് 2013 ജൂലൈ 30 ഡൽഹി പോലീസ് ശ്രീശാന്തിനെതിരെയുള്ള ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുകയാണ്. ഒരു 6000 പേജുള്ള ചാർജ് ഷീറ്റ്. അതിലും അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് മൊക്കോക്ക് തന്നെയാണ്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് BCCI ശ്രീശാന്തിനെയും മറ്റു കളിക്കാരെയും സമൻ ചെയ്യുന്നത്. സെപ്റ്റംബർ 12 ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. ആ ഹിയറിംഗ് നടക്കുന്നത് 10 മിനിറ്റാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ലിഫ്റ്റിലെത്തുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് ലൈഫ് ബാൻ കിട്ടിയ വാർത്ത പരന്നു കഴിഞ്ഞിരുന്നു. ഹൃദയം തകർന്ന് ശ്രീശാന്ത് തിരിച്ച് നാട്ടിലെത്തി. പിന്നെ അദ്ദേഹം അമ്പലവും പ്രാർത്ഥനയുമായിട്ട് കൂടുകയാണ്. അങ്ങനെ ഇരിക്കെ ഡിസംബർ 13 അദ്ദേഹത്തിന്റെ കല്യാണം കഴിയുന്നുണ്ട്, 2013 തന്നെ. ഇതിന്റെ കേസുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ രീതി അറിയാലോ, കേസുകൾക്ക് ഒരുപാട് സമയമെടുക്കും. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് 2015 ജൂലൈ 25 ഡൽഹി ട്രയൽ കോർട്ട് അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ ചാർജും ഡ്രോപ്പ് ചെയ്യുകയാണ്, തെളിവില്ലാത്തതിന്റെ പേരിൽ. IPL വാതുവെപ്പ് കേസിൽ ശ്രീശാന്ത് കുറ്റവിമുക്തൻ. ശ്രീശാന്തും മറ്റ് 2 ക്രിക്കറ്റ് താരങ്ങളും അടക്കം 42 പേർക്കെതിരായ കുറ്റങ്ങൾ കോടതി റദ്ദാക്കി. നിങ്ങൾ ചോദിക്കും, ഡൽഹി പോലീസ് പറഞ്ഞ ആ ഫോൺ റെക്കോർഡ്സ് അതിനൊന്നും തെളിവായിട്ട് എടുക്കത്തില്ലേ? ശ്രീശാന്തിന്റെ സുഹൃത്തായിട്ടുള്ള അഭിഷേക് ശുക്ലയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 5.5 ലക്ഷം രൂപ അത് തെളിവല്ലേ? ഇതൊന്നും തെളിവല്ലെന്നാണ് കോടതിയിൽ ശ്രീശാന്തിന്റെ വക്കീല് വാദിച്ചത്. ഒന്നാമത്തെ കാര്യം, ഈ ടെലിഫോൺ റെക്കോർഡ്സ് ഒന്നും നേരായ രീതിയിലല്ല ഡൽഹി പോലീസ് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കോടതി അത് തെളിവായിട്ട് അംഗീകരിക്കുന്നില്ല. ഇപ്പൊ തെളിവായിട്ട് അംഗീകരിച്ചാൽ പോലും ജിജു ജനാർദ്ദനും ബുക്കിയും തമ്മിലുള്ള കോൺവെർസേഷനിൽ മാത്രമേ ബെറ്റിങ്ങിനെ പറ്റിയും ഒത്തുകളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുള്ളൂ. ശ്രീശാന്തും ജിജു ജനാർദ്ദനും തമ്മിലുള്ള സംസാരത്തിൽ അവർ സംസാരിക്കുന്നത് ഒരു 10 ലക്ഷം രൂപയെ പറ്റിയാണ്. 2 സുഹൃത്തുക്കൾ കുറച്ച് കാശിടപാട് സംസാരിക്കുന്നത് മാത്രമേ അതിൽ തെളിയിക്കാൻ പറ്റത്തുള്ളൂ. ശ്രീശാന്തിന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് തെളിയിക്കാൻ പറ്റത്തില്ല. പിന്നീട് അഭിഷേക് ശുക്ലയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 5.5 ലക്ഷം അത് പോലീസ് പിടിച്ചെടുത്ത രീതിയും ലീഗലായിട്ടൊരു രീതിയിലല്ലായിരുന്നു അത് ചെയ്തത്. അതുകൊണ്ട് ആ തെളിവ് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതും ഇതേപോലെ 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള കാശിടപാട് മാത്രമാണ്. ശ്രീശാന്തിന്റെ വക്കീൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ധാരാളമായിട്ട് ചിലവാക്കി എന്ന് പറയുന്ന കാശുകൾ മൊത്തം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന കാശുകളാണ്. അത് നേരായ രീതിയിൽ വന്ന കാശുകളാണ്. കാരണം അദ്ദേഹത്തിന് IPL വേണ്ടി രാജസ്ഥാൻ റോയൽ സൈൻ ചെയ്യുമ്പോഴത്തേക്ക് അവർ കൊടുക്കുന്നത് 1.83 കോടിയാണ്. അതിനകത്തുള്ള ചിലവുകൾ മാത്രമേ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ. അവർക്ക് മാക്സിമം പ്രൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിജു ജനാർദ്ദനൻ ശ്രീശാന്തിനോട് ആവശ്യപ്പെട്ടിരിക്കാം മാച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടി. അത് ശ്രീശാന്ത് റെഫ്യൂസ് ചെയ്തിരിക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ കൺഫെഷൻ അത് അണ്ടർ പ്രഷർ ചെയ്ത കൺഫെഷൻ ആണെന്ന് സ്ഥാപിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മക്കോക്കെ തള്ളിപ്പോയത് കൊണ്ട് തന്നെ കൺഫെഷന് ഒരു വിലയും ഇന്ത്യൻ ജുഡീഷ്യറി കൽപ്പിച്ചു കൊടുക്കത്തില്ല. ഇതൊക്കെ കൊണ്ടാണ് കോടതി ശ്രീശാന്തിനെ വെറുതെ വിടുന്നത്. പക്ഷെ അന്ന് തന്നെ BCCI ഒരു പ്രസ് റിലീസ് നടത്തുന്നുണ്ട്. അവർ പറയുന്നത് ആ ശ്രീശാന്തിനുള്ള ലൈഫ് ബാൻ എന്തായാലും എടുത്ത് മാറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഡിസിപ്ലിനറി ആക്ഷന്റെ ഭാഗമായിട്ട് നടന്ന സംഭവമാണെന്നാണ്. അങ്ങനെ ശ്രീശാന്തിനെതിരെയുള്ള ക്രിമിനൽ കേസുകളൊക്കെ അവസാനിച്ചു. പക്ഷേ ശ്രീശാന്തിന് ഇനിയുള്ള പോരാട്ടം ആ ലൈഫ് ബാൻ എടുത്ത് മാറ്റാൻ വേണ്ടിയാണ്. ശ്രീശാന്ത് BCCIയുടെ ഈ തീരുമാനത്തിനെതിരെ കേരള ഹൈക്കോർട്ടിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നുണ്ട്. 2017 കേരള ഹൈക്കോർട്ട് BCCIയോട് ഈ ലൈഫ് ബാൻ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അത് സാമാന്യ നീതിക്ക് നിരക്കാത്തതാണെന്ന രീതിയിലാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ BCCI ഇത് അപ്പീൽ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി കറപ്ഷൻ കോഡിനെ ശ്രീശാന്ത് വയലേറ്റ് ചെയ്തു എന്നാണ്. ഇത് കൺസിഡർ ചെയ്ത ഹൈക്കോർട്ടിന്റെ ഒരു ഡിവിഷൻ ബെഞ്ച് ഈ ലൈഫ് ബാന് കൺഫേം ചെയ്യാണ്, എടുത്ത് മാറ്റേണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ പിന്നെ ഈ നിയമ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീശാന്ത് പിന്നെ സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട്. 2019 സുപ്രീം കോടതി BCCIയോട് ഈ ലൈഫ് ബാൻ ഒന്ന് റീകൺസിഡർ ചെയ്യാൻ പറയുകയാണ്. സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ ഈ ശിക്ഷ കൊടുക്കാനുള്ള അധികാരവും ജസ്റ്റിഫിക്കേഷനും BCCIക്ക് ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് എക്സസീവായുള്ള പണിഷ്മെന്റ് അല്ലേ എന്നാണ് സുപ്രീം കോടതി BCCIയോട് ചോദിക്കുന്നത്. അവസാനം BCCI അതിന് വഴങ്ങുകയാണ്. അങ്ങനെ ഓഗസ്റ്റ് 20, 2019 അവരൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാണ്. ശ്രീശാന്തിന്റെ ബാന് ലൈഫ് ബാൻ എടുത്ത് മാറ്റിയിട്ട് 7 years ബാൻ ആക്കുകയാണ്. ഇപ്പോൾ ശ്രീശാന്തിനെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തിട്ട് 6 വർഷം കഴിഞ്ഞു. അങ്ങനെ ആ ദിവസം വന്നെത്തി 2020 സെപ്റ്റംബർ 13 അദ്ദേഹത്തിന്റെ ബാൻ ഒഫീഷ്യലി അവസാനിച്ചു. അദ്ദേഹം മീഡിയയിലൊക്കെ ഫ്രണ്ടിൽ വന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരും, അതിനുള്ള പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് ഞാൻ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന്. അതിലേക്ക് പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ കേരള ടീമിലേക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അപ്പോൾ തന്നെ 2021 ജാനുവരിയിൽ അദ്ദേഹം 8 വർഷത്തിന് ശേഷം കേരളത്തിന് വേണ്ടി കളിക്കാനിറങ്ങുന്നുണ്ട്. ആ കളിയിൽ 8ാമത്തെ ബോളിൽ അദ്ദേഹം ഒരു വിക്കറ്റും എടുക്കുന്നുണ്ട്. പക്ഷേ പ്രായം അദ്ദേഹത്തിൻ്റെ കീഴടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പഴയ സ്റ്റാമിനയും പഴയ പേസൊന്നും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അങ്ങനെ മാർച്ച് 9, 2022 അദ്ദേഹം റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്യുകയാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ. എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ചാണ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത്. അദ്ദേഹം ഈ ഒരു പോരാട്ടം നടത്തിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം എന്നും ഒരു ചതിയനായിട്ട് തന്നെ അറിയപ്പെട്ടേനെ. അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷനും പയ്യെ മാറി വരുന്നുണ്ട്. അദ്ദേഹം ഒരു വ്യക്തിമാണെന്ന രീതിയിൽ അദ്ദേഹത്തിന് ആൾക്കാർ പെർസീവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്.
അദ്ദേഹം ഈ TV പ്രോഗ്രാംസിലും എന്റർടൈൻമെന്റിലും ഒക്കെ ഒരു കാര്യം നോക്കുന്നുണ്ട് ഈ ഒരു സമയത്തൊക്കെ. 2018 ശ്രീശാന്ത് ഹിന്ദിയിലുള്ള ബിഗ് ബോസിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ആൾക്കാർക്ക് ശ്രീശാന്തിന്റെ വേറൊരു സൈഡ് കാണാൻ പറ്റുന്നുണ്ട്. ഈ കളിയിലും ഇന്റർവ്യൂലോ കാണുന്ന ആ ധാർഷ്ട്യം പിടിച്ച വ്യക്തിയല്ലാതെ അദ്ദേഹത്തിന് വേറൊരു ഫേസ് ഉണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. ആൾക്കാർക്ക് അദ്ദേഹത്തിന് അവിടെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഷോയിൽ അദ്ദേഹം 2ാമതായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അദ്ദേഹം കുറച്ച് സിനിമകളിലൊക്കെ ഒരു കൈ നോക്കുന്നുണ്ട്. പിന്നെ തനിക്ക് പറ്റിയ പണിയില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അതിന് വിട്ടു നിൽക്കുകയാണ്. വളരെ നല്ലൊരു തീരുമാനമായിരുന്നു അത്. പടം കണ്ടുകൊണ്ട് എനിക്കറിയാം. പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ കുറ്റവാളിയായിരുന്നു. അദ്ദേഹം ഈ ഒത്തുകളിക്ക് കൂട്ടുനിന്നൊരു വ്യക്തിയാണ്. കോടതി തന്നെ അദ്ദേഹത്തിനെ വെറുതെ വിട്ട സ്ഥിതിക്ക് നമ്മൾ അതിലൊരു സ്പെക്കുലേഷൻ നടത്തുന്നതിൽ കാര്യമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. കോടതി അംഗീകരിക്കാത്ത പല തെളിവുകളും അതൊക്കെ ഉണ്ടെന്ന് പറയുന്ന തെളിവുകളാണ്. ആ വോയിസ് റെക്കോർഡിങ്സ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല, ദില്ലി പോലീസ് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷെ അതിലുണ്ട്, അതിൽ സംസാരിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളിൽ വച്ച് നോക്കുമ്പോൾ, ഒബ്ജക്റ്റീവ്ലി നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിക്കാനുള്ള ചാൻസ് 100% തള്ളിക്കളയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ജിജു ജനാർദ്ദനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു കടുത്ത മാർക്കായിട്ട് ഇപ്പോൾ ജിജു ജനാർദ്ദനൻ ശ്രീശാന്തിനെ സമീപിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ, മാച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് BCCI അറിയിക്കണമായിരുന്നു. അത് അദ്ദേഹം ചെയ്തിട്ടില്ല. അത് കോടതിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്രീശാന്ത് 2019 സുപ്രീം കോടതിയിൽ ലൈഫ് ബാനിനെതിരെ കേസിന് പോകുമ്പോഴത്തേക്ക് BCCI സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടുണ്ട്. അവർ ആ ഡിസിപ്ലിനറി കമ്മിറ്റി എന്തുകൊണ്ടാണ് ശ്രീശാന്തിന് ലൈഫ് ബാൻ കൊടുത്തതെന്നുള്ളതിനുള്ള ഒരു റിപ്പോർട്ട്. ഡൽഹി ട്രയൽ കോർട്ട് തള്ളിക്കളഞ്ഞ പല തെളിവുകളും, അതായത് ഈ ഡൽഹി പോലീസിന്റെ കോൾ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള പല തെളിവുകളും BCCI കൺസിഡർ ചെയ്യുന്നുണ്ട്. അവർക്ക് തള്ളിക്കളയേണ്ട കാര്യമില്ല. കാരണം അത് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് അവർക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ ലീഗൽ ബോഡിയല്ല. അവർ മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് 3 തെളിവുകളാണ്. ആദ്യത്തെ തെളിവ് എന്ന് പറയുന്നത് ജിജു ജനാർദ്ദനും ആ ബുക്കിയുമായിട്ട് നടന്ന കോൺവെർസേഷനാണ്. അതിലെ സ്പെസിഫിക്സ് ആണ്. അക്കോർഡിംഗ് ടു BCCI അവർ ആ കോൺവെർസേഷനിൽ ശ്രീശാന്ത് 2ാമത്തെ ഓവറിൽ 14 റൺസിന് മേലെ വഴങ്ങുമെന്ന് പറയുന്നുണ്ട്. ടവല് സൈഡിലേക്ക് മാറ്റി കുത്തുമെന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെ ഒരു 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. 2ാമത്തെ തെളിവായിട്ട് BCCI പറയുന്നത് ജിജു ജനാർദ്ദനും ശ്രീശാന്ത് തമ്മിൽ വിവാദമായ കളിക്ക് തൊട്ട് മുന്നേ നടന്ന കോൺവെർസേഷനാണ്. അതിൽ ശ്രീശാന്തിന്റെ ഒരു 10 ലക്ഷം രൂപ ജിജു ജനാർദ്ദന്റെ കയ്യിൽ ഇരിക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതെങ്ങനെ ചിലവാക്കണമെന്ന് സംസാരിക്കുന്നുണ്ട്. ഈ 10 ലക്ഷം രൂപ ഈ മുന്നേ പറഞ്ഞ 10 ലക്ഷം രൂപയാണെന്നാണ് BCCI പറയുന്നത്. പക്ഷെ അതിന് തെളിവില്ല എന്നാണ് കോടതി പറയുന്നത്. ഈ 10 ലക്ഷം രൂപയെ പറ്റി ശ്രീശാന്തിനോട് ഡിസിപ്ലിനറി കമ്മിറ്റി ചോദിക്കുന്നുണ്ട് BCCIയുടെ. അന്ന് ശ്രീശാന്ത് പറയുന്നത് ഏതോ ചാരിറ്റി കൊടുക്കാൻ വേണ്ടി ജിജു ജനാർദ്ദനെ ഏൽപ്പിച്ച പൈസയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു സാറ്റിസ്ഫാക്ടറി ആയ ഒരു ആൻസർ അല്ല എന്നാണ് BCCI പറയുന്നത്. 3ാമത്തെ തെളിവായിട്ട് BCCI പറയുന്നത് അന്ന് ആ മാച്ച് ഡേയിൽ നടന്ന സംഭവങ്ങളാണ്. അതായത് 14 റൺസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് 13 റൺസ് കൊടുത്തത്, ആ ടവലെടുത്ത് ബാക്കിൽ നിന്ന് സൈഡിലേക്ക് തിരികിയത്, ബോളിങ്ങിന് മുന്നേ ഒരുപാട് സമയമെടുത്ത് വാമപ്പ് ചെയ്തത്, ഇതൊക്കെ ടു മച്ച് ഓഫ് എ കോയിൻസിഡൻസ് എന്നാണ് BCCI പറയുന്നത്. ഈ തെളിവുകളൊക്കെ വെച്ചാണ് ശ്രീശാന്ത് കുറ്റക്കാരനാണെന്ന് BCCIയുടെ ഡിസിപ്ലിനറി കമ്മിറ്റി കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ലൈഫ് ബാൻ കൊടുക്കുന്നത് എന്നാണ് അവർ സുപ്രീം കോടതി പറയുന്നത്. പക്ഷേ നിങ്ങളുടെ കാര്യം ചിന്തിക്കണം, ഇതൊക്കെ കോടതി തള്ളിക്കളഞ്ഞ തെളിവുകളാണ്. എല്ലാ പോയിന്റും ശ്രീശാന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സാറ്റിസ്ഫാക്ടറി ആയിട്ട് BCCIക്ക് തോന്നുന്നില്ല. ഫോർ എക്സാമ്പിൾ, തന്റെ ഈ ടവൽ സിറ്റുവേഷനെ പറ്റി അദ്ദേഹം പിന്നീട് കൊടുത്ത പല ഇന്റർവ്യൂവിലും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പല കളികളിലും, അതിന് മുന്നത്തെ കളികൾ നോക്കിയാൽ അദ്ദേഹം സൈഡിൽ വെച്ചിരുന്ന കാണാൻ കഴിയും. അദ്ദേഹം ചിലപ്പോൾ ബാക്കിൽ വെക്കും, ചിലപ്പോൾ സൈഡിൽ വെക്കും. അതൊരു കോയിൻസിഡൻസ് മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെയാണ് ബുക്കികൾക്ക് ബെറ്റ് പ്ലേസ് ചെയ്യാനുള്ള സമയം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് സമയമെടുത്ത് വാമപ്പ് ചെയ്തു എന്നുള്ള ആരോപണം. അദ്ദേഹം പറയുന്നത് സാധാരണ സ്ഥിരം അദ്ദേഹം ഒരുപാട് സമയം എടുക്കാറുണ്ട് വാമപ്പിന്, എസ്പെഷ്യലി സിൻസ് ഹി ജസ്റ്റ് കെയിം ബാക്ക് ഫ്രം ആൻ ഇഞ്ചുറി. പിന്നീടുള്ളത് ആ കോൺട്രവേഴ്ഷ്യൽ ഓവറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അദ്ദേഹം ആദ്യത്തെ 4 ബോളിൽ 5 റൺസാണ് വിട്ടുകൊടുത്തത്. അപ്പോൾ ക്രീസിലുള്ളതാണെങ്കിൽ ആഡം ഗിൽക്രിസ്റ്റും ഷോൺ മാർച്ചും, 2 വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ്. അവർ ഒരു ഓവറിൽ 13 റൺസ് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് IPL ആദ്യത്തെ 4ാമത്തെ ഓവറിൽ 13 റൺസ് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ശ്രീശാന്ത് ഒറ്റ വൈഡോ നോ ബോളോ ആ ഓവറിൽ എറിഞ്ഞിട്ടില്ല. മോശമായിട്ട് ലൈനിലൊരു ബോൾ പോലും അദ്ദേഹം എറിഞ്ഞിട്ടില്ല. എല്ലാം ഡീസൻറ്റ് ബോൾസും ആയിരുന്നു. ഡൽഹി പോലീസിന്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഓവറിൽ 14 റൺസിന് മേലെ വിട്ടുകൊടുക്കണമായിരുന്നു. ശ്രീശാന്ത് വിട്ടുകൊടുത്തത് 13 റൺസ് മാത്രമാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഈ തെളിവുകളും BCCIയുടെയും ശ്രീശാന്തിൻ്റെയും എക്സ്പ്ലനേഷനും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ചെയ്തിരിക്കാനുള്ള ചാൻസ് 50-50 ആണ്. ഇതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസ് ലേറ്റർ ഡേയ്സിൽ അദ്ദേഹം ചെയ്ത ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ കാണുകയുണ്ടായി. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കാണുമ്പോഴത്തേക്കും, പിന്നെ ആ സംശയത്തിൻ്റെ ആനുകൂല്യം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹം നിരപരാധിയാകാനുള്ള ചാൻസ് ഒരു 60%. പക്ഷേ ബാക്കി 40% അവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെ കിടപ്പുണ്ട്. എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റത്തില്ല അദ്ദേഹം 100% നിരപരാധിയാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, കോടതി വെറുതെ വിട്ട ഒരു കേസിലെ എൻ്റെ അഭിപ്രായമാണ് ഞാനീ പറയുന്നത്. ഞാൻ ഈ വീഡിയോയുടെ കൺസെപ്റ്റ് ചിന്തിച്ച് തുടങ്ങിയ സമയത്ത്, അത് ശ്രീശാന്തിനെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് ചിന്തിച്ച് തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നോർത്ത് ഇന്ത്യൻ ലോബി എങ്ങനെയാണ് ശ്രീശാന്തിനെ കുടുക്കിയത്, മുംബൈ പോലീസ് എങ്ങനെയാണ് ശ്രീശാന്തിനെ കുടുക്കിയത്, എങ്ങനെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചു എന്നൊരു നറേഷൻ ഉണ്ടാവുമെന്നാണ്. പക്ഷേ ഞാൻ ഈ കേസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോഴത്തേക്ക്, കോടതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക്, BCCI എന്ത് തെളിവാണ് ശ്രീശാന്തിനെതിരെ ചുമത്തിയെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് എനിക്ക് ശ്രീശാന്ത് 100% നിരപരാധിയാണെന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം.